അസ്സലാമലൈക്കും. ഞങ്ങള് ഈയിടെയായിട്ട് ഒരു വീഡിയോ, ഈയിടെയായിട്ടെന്നല്ല ഇന്നലെ ഇന്നായിട്ട് ഒരു വീഡിയോ കാണാനിടയായി. അതായത് ഇപ്പം ഏതോ ഒരു 2-3 പെൺകുട്ടികൾ ചേർന്നിട്ട് ഇക്ക കായ്വാട്ടി എന്നൊക്കെ ആ സോങ് പായിട്ടുള്ള ആ പാട്ടും അതിനോടനുബന്ധിച്ചുള്ള കുറെ മറുപടി പാട്ടുകളും ഒരു കോമഡി രൂപത്തിൽ ഇങ്ങനെ കുറെ ദിവസമായിട്ട് തെറിയൊന്നും ഇല്ലാണ്ട് ഒരു എന്താ പറയാ ഒരു രസത്തിന്റെ രൂപത്തിൽ കുറെ ദിവസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആര് കണ്ടാലും ഒന്ന് ചിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് കുറ്റം പറയാനൊന്നും ഇല്ല. പറയുന്നവർക്ക് കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് കുറ്റം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇന്നും ഇന്നലെ ആയിട്ട് ഒരു വീഡിയോ ഇറങ്ങി. അതായത് ഈ മറുപടി കൊടുത്ത കാസർഗോട്ടെ പിള്ളേർക്കെതിരായിട്ട് ഏതോ അയൽ ജില്ലക്കാരായ ഏതോ ആൾക്കാര്. അപ്പം അത് ഈ മറുപടി കൊടുത്ത ആൾക്കാരല്ല അവർ പറയുന്നുള്ളത്. അവര് കാസർഗോഡ് ജില്ലയിലെ മൊത്തം ആൾക്കാരെയും കാസർഗോട്ടുകാർക്ക് ബുദ്ധിയില്ല, ദിമാക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്ന രൂപത്തില് കാസർഗോട്ടുകാരെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ മറുപടി പറഞ്ഞ വ്യക്തികളോട് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നാ അതിന്റെ മക്കളെ നിങ്ങള് മറുപടി കൊടുക്കേണ്ടത് ആർക്ക്? അത് പറഞ്ഞ ആൾക്കാർക്ക്. അല്ലാത്ത ഈ കാസർഗോട്ടുകാരെ മൊത്തം അതിലിപ്പോ ഈ പാടിയവരെയും പാടാത്തവരെയും മൊത്തം അപ്പൊ ഒരു ഡിസ്ട്രിക്റ്റിനെ മൊത്തം പറയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ആരധികാരം തന്നെ? നിങ്ങൾക്ക് അതുപോലെ മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറി വിളിക്കാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നും അല്ല. ഞങ്ങളെ സംസ്കാരം അത് ഞങ്ങൾ അനുവദിക്കുന്നില്ല. അത് ചിലപ്പോൾ കുടുംബത്തിൽ പിറന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാസർഗോഡുകാരനായി ജനിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ തനി കാസർഗോഡ് മലയാളത്തിൽ വെട്ടി വിളിക്കാൻ അറിയായിട്ടൊന്നല്ല ഞങ്ങൾക്ക്, വേണ്ടാന്ന് വെച്ചിട്ടാ. അപ്പൊ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും നിങ്ങളിങ്ങനെ ഈ പ്രതികരിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പ്രതികരണം അതൊരു മനുഷ്യന് വേണ്ടത് തന്നെയാണ്. പക്ഷെ എങ്കിൽ പ്രതികരിക്കേണ്ട രൂപത്തിൽ പ്രതികരിക്കണം. അല്ലാണ്ട് ഒരു നാടിനെ മൊത്തം ഇങ്ങനെ ആക്ഷേപിക്കുമ്പോ അവഹേളിക്കുമ്പോ അതിന്റെ ബാക്കി വരുന്ന വിപത്ത് അത് നീ മാത്രമല്ല, ചിലപ്പോൾ നിന്റെ വീട്ടുകാരും അനുഭവിക്കേണ്ടി വരും. അപ്പൊ പൊന്നു മോനെ നിർത്തിക്കോ ഇന്നത്തോടെ. ഇത് നിന്നോട് ഇത് പറയുന്നൊന്നും അല്ല, ഓർഡർ തന്നെ നിർത്തിക്കോ, ഇന്നത്തോടെ നിർത്തിക്കോ. നിന്റെ ഈ മറ്റേ പരിപാടി ഉണ്ടല്ലോ, ഇന്നത്തോടെ നീ നിർത്തിക്കോ. ഇതിപ്പോ ഒരു വെടിക്കെട്ട് മാത്രം, സാമ്പിൾ വെടിക്കെട്ട് മാത്രം. എന്നെ പോലുള്ളവർ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നീ മതി വരുന്നത് വരെ നീ കണ്ട് ആസ്വദിച്ചോ. അത് ആരെയൊക്കെ പറയുന്നു, നിന്റെ ആരെയൊക്കെ ചീത്ത വിളിക്കുന്നു, നിന്റെ എന്തിനൊക്കെ പറയുന്നു എനിക്ക് പറയാൻ പറ്റില്ല. ഒക്കെ കണ്ട് നീ ആസ്വദിക്കും. അപ്പൊ എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.